നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ ഇപ്പോൾ നിരനിരയായി പാർട്ടി സഖാക്കൾ അഴിക്കുള്ളിലേക്ക്. മുൻ കൗൺസിലർ IP ബിനു ഇന്നലെ പോലീസിന് മുന്നിൽ കീഴടങ്ങിയത് കൗതുകമുണർത്തി. തമ്പാനൂരിലെ ഒരു ഹോട്ടലിലായിരുന്നു IP ബിനു. മൊബൈൽ ലൊക്കേഷൻ നോക്കി പോലീസ് ഹോട്ടൽ വളഞ്ഞു. ഗത്യന്തരമില്ലാതെ IP ബിനു പോലീസിന് മുന്നിൽ കീഴടങ്ങി. ഇന്നലെ വൈകുന്നേരത്തോടെ 3 പേരെ കൂടി പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇന്ന് രാവിലെ 2 പേരെ കൂടി പോലീസ് കസ്റ്റഡിയിലെടുത്തു എന്നാണ് അനൌദ്യോഗിക വിവരം. ഇതോടെ 20 പേർ പോലീസ് കസ്റ്റഡിയിലായി. ആറ്റുകാൽ ഉണ്ണിയും പാളയം സന്തോഷുമൊക്കെ ഇപ്പോഴും ഒളിവിൽ. മ്യൂസിയം പോലീസ് പ്രതികൾക്കെതിരെ എടുത്തിരിക്കുന്നത് ഇരട്ട FIR. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥരെ ആക്രമിച്ചു എന്ന കേസ് മാത്രമല്ല, പോലീസിന് നേർക്ക് അക്രമം കാട്ടി എന്ന കേസും നിലവിലുണ്ട്. കണ്ടാലറിയാവുന്ന 300 പേർക്കെതിരെയാണ് വധശ്രമ കേസ്. തലസ്ഥാന നഗരസഭയ്ക്കുള്ളിലെ 300 പാർട്ടി പ്രവർത്തകർ. ഇവർ അഴിക്കുള്ളിലായാൽ അത് CPMന് വലിയ തിരിച്ചടി ഉണ്ടാക്കും. ഇത്തരം ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയാൽ പെട്ടെന്ന് തന്നെ പ്രതികളെ ഒളിപ്പിക്കുക 3 ഇടങ്ങളിലാണ്. യൂണിവേഴ്സിറ്റി സെനറ്റ് സെന്ററുമായി ബന്ധപ്പെട്ട കെട്ടിടത്തിൽ, അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി ഹോസ്റ്റലിൽ, നിയമസഭ മന്ദിരത്തോടനുബന്ധിച്ചുള്ള MLA ഹോസ്റ്റലുകളിൽ, യൂണിവേഴ്സിറ്റി കോളേജിലും പ്രതികളെ ഒളിപ്പിക്കാറുണ്ട്. എന്നാൽ ഈ 4 ഇടങ്ങളും ഇക്കഴിഞ്ഞ ദിവസം പരിപൂർണമായി നിരീക്ഷിക്കാൻ മേയർ VV രാജേഷ് തൻ്റെ പാർട്ടി പ്രവർത്തകരോട് ആവശ്യപ്പെട്ടു. BJP പ്രവർത്തകർ ഈ 4 ഇടങ്ങളിലും നിലയുറപ്പിച്ചു. ഇതോടെയാണ് യൂണിവേഴ്സിറ്റി ഹോസ്റ്റലിലേക്ക് പാഞ്ഞെടുത്ത 3 പ്രതികളെ അവർ പോലീസിന് ചൂണ്ടിക്കാട്ടിക്കൊടുത്തത്. പാളയം ഏരിയ കമ്മിറ്റി ഓഫീസിൽ ഒളിച്ച പ്രതികളെ പോലീസിന് മുന്നിൽ ഹാജരാക്കാതെ രക്ഷയില്ല എന്ന നിലയിലുമെത്തി. CPM പാർട്ടി പ്രവർത്തകരെ തലസ്ഥാന നഗരിയിൽ നിന്ന് പൊക്കുക പോലീസിന് അത്ര എളുപ്പമുള്ള കാര്യമല്ല. പലപ്പോഴും പോലീസും പാർട്ടി നേതൃത്വവും ഒത്തുകളിച്ച് മാത്രമാണ് ഇത്തരത്തിൽ പ്രതികളെ കൈമാറാറുള്ളത്. ഇക്കുറി ആഭ്യന്തരമന്ത്രി കടുത്ത ഓർഡറാണ് DGPക്ക് നൽകിയിരിക്കുന്നത്. മുഴുവൻ പ്രതികളെയും തൂക്കിയെടുത്തിരിക്കണം. പിണറായി വിജയന്റെ വീട്ടിൽ നിന്ന് ED സംഘം പുറത്തേക്ക് ഇറങ്ങിയതിന് തൊട്ടുപിന്നാലെ ആ പ്രദേശത്ത് നടന്നത് കനത്ത കല്ലേറ്. കല്ലേറിന്റെ മറവിൽ പരിസരവാസികളെ അകറ്റുകയായിരുന്നു പാർട്ടി പ്രവർത്തകരുടെ ലക്ഷ്യം. പിന്നീട് ED ഉദ്യോഗസ്ഥരുടെ വാഹനം ആക്രമിച്ച് തകർത്തു. ഇതോടെ നഗരത്തിലെ സമാധാന അന്തരീക്ഷം പൂർണ്ണമായി തകർന്നുവെന്നാണ് മേയർ VV രാജേഷ് പിന്നീട് വിശദീകരിച്ചത്. രാത്രി ഇരുട്ട് വീണിട്ടും നഗരം മുൾമുനയിൽ തന്നെ തുടർന്നു. ജനങ്ങളെയും വ്യാപാരികളെയും ഒക്കെ പൂർണ്ണമായി ഇത് പരിഭ്രാന്തിയിലാഴ്ത്തി. കടകൾ നേരത്തെ തന്നെ അടച്ചു. പാളയം ഏരിയ കമ്മിറ്റി ഓഫീസിലേക്ക് പ്രതികളെ കയറ്റി ഒളിപ്പിച്ചതിന് പിന്നിൽ മറ്റൊരു ലക്ഷ്യം കൂടി പാർട്ടി നേതൃത്വത്തിനുണ്ടായിരുന്നു. പോലീസ് പാർട്ടി ഓഫീസിൽ കടന്നുകൂടിയാൽ ഉടൻ തന്നെ കനത്ത കല്ലേറ് ആരംഭിക്കുക, തുടർന്ന് ലാത്തിച്ചാർജോ വെടിവെപ്പോ. സംഭവങ്ങളെ മറ്റൊരു ഭീകരാന്തരീക്ഷത്തിലേക്ക് ഉയർത്തുകയായിരുന്നു പാർട്ടിയുടെ ലക്ഷ്യം. എന്നാൽ ഇവിടെ സമചിത്തതയോടെ പോലീസ് പെരുമാറി. പാർട്ടി ഓഫീസിലേക്ക് കടക്കേണ്ടതില്ല എന്ന നിലപാട് പോലീസ് എടുത്തു. എന്നാൽ പ്രതികളെ കൂടാതെ തങ്ങൾ മടങ്ങില്ല എന്ന് നിശ്ചയിച്ചുറപ്പിച്ച് 2 യുവ IPS ഉദ്യോഗസ്ഥർ പാളയം ഏരിയ കമ്മിറ്റി ഓഫീസിന് മുന്നിൽ നിലയുറപ്പിച്ചത് പാർട്ടി നേതാക്കളെ പരുങ്ങലിലാക്കി. പിന്നീട് ADGP H വെങ്കടേഷ് പാർട്ടി നേതാക്കളോട് പറഞ്ഞു, ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസാണ്. ഈ പ്രതികളെ ഒളിപ്പിക്കുന്ന നേതാക്കളെ കൂടി തങ്ങൾക്ക് അറസ്റ്റ് ചെയ്യേണ്ടി വരും. ഇത് നേതാക്കളെ ഭയപ്പെടുത്തി. സാധാരണ അണികളെ ജയിലിലേക്ക് തള്ളിവിട്ട് രക്ഷപ്പെടുകയാണ് നേതാക്കളുടെ ശൈലി. ഇക്കുറി ഒന്ന് മാറ്റിപ്പിടിക്കുമെന്ന് പോലീസ് സൂചന നൽകിയപ്പോൾ നേതാക്കൾ പരുങ്ങലിലായി. തുടർന്നാണ് പ്രതികളെ പോലീസിന് കൈമാറിയത്. കേന്ദ്ര ഏജൻസി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസാണ്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിനും പാർട്ടി നേതാക്കളെ അറസ്റ്റ് ചെയ്യിപ്പിച്ച് മറ്റൊരു തലത്തിലേക്ക് കേസിനെ മാറ്റാൻ കഴിയും. ഇത് ഭയന്ന പാർട്ടി നേതൃത്വം തുടക്കം മുതൽ പാർട്ടി പ്രവർത്തകരെ സംരക്ഷിക്കാൻ ഇപ്പോൾ ശ്രമിക്കുന്നില്ല. നഗരത്തിൽ എവിടെ ഒളിച്ചാലും VV രാജേഷിന്റെ BJP ബ്രിഗേഡ് ഇപ്പോൾ അവരെ കണ്ടെത്തും. തുടർന്ന് പോലീസിനെ വിവരമറിയിക്കും. വല്ലാത്ത തലവേദനയാണ് CPM ഏറ്റുപിടിച്ചിരിക്കുന്നത്. ED ഉദ്യോഗസ്ഥർക്ക് നേരെ ആക്രമണം നടന്ന അന്ന് രാത്രിയായതോടെ യൂണിവേഴ്സിറ്റി ഹോസ്റ്റലിലേക്കുള്ള വഴികൾ പോലീസ് അടച്ചിരുന്നു. കനത്ത നിരീക്ഷണമാണ് പ്രദേശത്ത് ഏർപ്പെടുത്തിയത്. എന്നിട്ടും ആ സുരക്ഷാ വലയം നൊത്ത് 2 പ്രവർത്തകർ ഉള്ളിൽ കയറി. ആക്രമണത്തിന് ശേഷം അവരെ പിന്നീട് പോലീസ് പിടികൂടിയത് ഹോസ്റ്റലിൽ നിന്ന് പുറത്തേക്കിറങ്ങിയപ്പോൾ. തലസ്ഥാനത്തെ സമാധാന അന്തരീക്ഷം തകർക്കാനും ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കാനും ചില കേന്ദ്രങ്ങൾ ബോധപൂർവം ശ്രമിക്കുന്നുവെന്നാണ് VV രാജേഷ് പറയുന്നത്. അക്രമികൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കണമെന്നും മേയർ പറയുന്നു. തലസ്ഥാന നഗരിയിലുണ്ടായ ED ആക്രമണത്തിനു പിന്നിൽ
കളിച്ചത് ഗുണ്ടാ നേതാക്കളാണ് എന്ന് വി രാജേഷ് തുറന്നടിച്ചു. CPMന്റെ രാഷ്ട്രീയ പാതയിലൂടെ സഞ്ചരിക്കുന്ന തലസ്ഥാനത്തെ കുപ്രസിദ്ധ ഗുണ്ടകൾ ആക്രമണത്തിന് പിന്നിൽ കളിച്ചു. ഈ അക്രമ സംഭവങ്ങൾ തിരുവനന്തപുരത്തിന് തന്നെ വലിയ നാണക്കേടുണ്ടാക്കി എന്ന് വി രാജേഷ് പറയുന്നു. ദേശീയ മാധ്യമങ്ങൾ ഇത് വലിയ വാർത്തയായി. ഡൽഹി ഉൾപ്പെടെയുള്ള നോർത്ത് ഇന്ത്യൻ മേഖലകളിൽ നിന്ന് നിരവധി ടൂറിസ്റ്റുകൾ ഈ സീസണിൽ കേരളത്തിലേക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നു. എന്നാൽ തിരുവനന്തപുരം നഗരത്തിൽ ഉൾപ്പെടെയുള്ള ഈ സംഘർഷഭരിതമായ അന്തരീക്ഷം അവരെ ഭയപ്പെടുത്തുന്നു. പലരും യാത്ര പോലും ക്യാൻസൽ ചെയ്യുകയാണ്. തിരുവനന്തപുരത്തിന് കൂടുതൽ സംഘർഷങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന് വി രാജേഷ് മുന്നറിയിപ്പ് നൽകുന്നു. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അടുത്ത നടപടികൾക്ക് മുതിരുന്നതിന് മുൻപ് തന്നെ നഗരത്തെ വിറപ്പിക്കുന്ന എന്തെങ്കിലുമൊക്കെ നീക്കങ്ങൾ ഉണ്ടാകും എന്ന് വിദഗ്ധരും പറയുന്നു. അത്യന്തം അപകടകരമാണ് തലസ്ഥാനത്തെ സാഹചര്യം. സംഭവവുമായി ബന്ധപ്പെട്ട് 2 FIRകളാണ് ഇതുവരെ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് മ്യൂസിയം പോലീസ്. പിണറായി വിജയന്റെ വീട് സ്ഥിതി ചെയ്യുന്നത് മ്യൂസിയം പോലീസ് സ്റ്റേഷൻ പരിധിയിലായതുകൊണ്ട് അവർക്കാണ് കേസിന്റെ അന്വേഷണ ചുമതല. പോലീസിനെ ആക്രമിച്ചു എന്ന കേസിൽ കൂടുതൽ ബലം വരുത്താൻ പരിക്കേറ്റ പോലീസുകാർ ഇതിനകം തന്നെ മൊഴി നൽകി കഴിഞ്ഞു. തങ്ങൾക്കെതിരായ ആക്രമണത്തിന് പിന്നിൽ ആസൂത്രിതമായ ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്ന് ED ഉദ്യോഗസ്ഥർ പോലീസിന് മൊഴി നൽകി. ആക്രമണം നടന്ന സ്ഥലത്ത് ഫോറൻസിക് സംഘം എത്തി വിശദ പരിശോധനയും നടത്തി. സംഭവത്തിൽ ഗുരുതരമായ സുരക്ഷാ വീഴ്ച സംഭവിച്ചു എന്ന ഇന്റലിജൻസ് റിപ്പോർട്ട് കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗവും സമാനമായ റിപ്പോർട്ടാണ് ആഭ്യന്തര മന്ത്രാലയത്തിന് നൽകിയിരിക്കുന്നത്. കണ്ണൂരിലും കോഴിക്കോടുമൊക്കെ വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടായിട്ടും മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർ നേരിട്ടെത്തി സംഘർഷമില്ലാതെ കാര്യങ്ങൾ നിയന്ത്രിച്ചു. എന്നാൽ ബേക്കറി ജംഗ്ഷന് തൊട്ടടുത്താണ് DGPയുടെ ആസ്ഥാനമെങ്കിലും എന്തുകൊണ്ട് മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർ അവിടെ എത്തിയില്ല? ക്രമസമാധാന ചുമതലയുള്ള ADGP വെങ്കടേഷ് നേരത്തെ തന്നെ സംഭവസ്ഥലത്ത് എത്തേണ്ടിയിരുന്നില്ലേ എന്ന ചോദ്യവും ഉയരുന്നു. റെയ്ഡ് കഴിഞ്ഞിറങ്ങിയ ED ഉദ്യോഗസ്ഥർക്ക് പൈലറ്റും എസ്കോർട്ടും ഒരുക്കാതെ പ്രകോപിതരായ ജനക്കൂട്ടത്തിനിടയിലേക്ക് ഇറക്കിവിട്ടത് പോലീസിന്റെ വീഴ്ച എന്ന ആരോപണം ഒരു വശത്ത്. എന്നാൽ പോലീസ് വിശദീകരിക്കുന്നത് മറ്റൊരു തലത്തിൽ. ED ഉദ്യോഗസ്ഥർ റെയ്ഡ് കഴിഞ്ഞ് തങ്ങൾ പുറത്തേക്ക് ഇറങ്ങുന്നു എന്ന വിവരം പോലീസിനെ അറിയിച്ചതേയില്ല. CRPF ഇത് സംബന്ധിച്ച ചില സംശയങ്ങൾ കേരള പോലീസിനോട് ആലോചിച്ചിരുന്നു. അവിടെ ഉണ്ടായിരുന്ന ചില പോലീസ് ഉദ്യോഗസ്ഥരും CPM നേതാക്കളും തമ്മിൽ കൂടിയാലോചന നടത്തി. അതിൻ്റെ തുടർച്ചയായിരുന്നു ED ഉദ്യോഗസ്ഥർ പുറത്തേക്ക് ഇറങ്ങിയത്. ഇതിനിടയിൽ ED സംഘത്തിൻ്റെ വാഹനമോടിച്ചിരുന്ന ഡ്രൈവർ CPM നേതാക്കളുമായി സംസാരിക്കുകയും പ്രശ്നമൊന്നുമില്ല എന്ന് ED സംഘത്തോട് പറയുകയും ചെയ്തിരുന്നു. ചതിവാണ് അവിടെ നടന്നത്, അതുകൊണ്ട് തന്നെ ഇതൊരു ഗൂഢാലോചനയാണ് എന്ന സംശയം EDയിൽ ബലപ്പെടുന്നു. സംഭവം നടന്ന ദിവസം സിറ്റി പോലീസ് കമ്മീഷണർ കാർത്തിക് അവധിയിലായിരുന്നു. റേഞ്ച് DIG ഹിമേന്ദ്രനാഥിനായിരുന്നു ക്രമസമാധാന ചുമതല. എന്നാൽ ഇത്രയും ഗുരുതരമായ ക്രമസമാധാന പ്രശ്നമുണ്ടായിട്ടും DIG സ്ഥലത്തെത്തിയില്ല എന്ന ആക്ഷേപം. ഇപ്പോഴിത് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഇത് സംബന്ധിച്ച് വളരെ ഗൗരവത്തോടെ ചില നടപടികൾക്കൊരുങ്ങുന്നു. പോലീസ് ആസ്ഥാനത്തുൾപ്പെടെ പോലീസ് സേനയെ അടിമുടി ഒന്ന് വാർത്ത് ഉടയ്ക്കാനുള്ള പദ്ധതിയാണ് ആഭ്യന്തരമന്ത്രി തയ്യാറാക്കിയിരിക്കുന്നത്. ഒരു വശത്ത് വീണ വിജയനെതിരായ നീക്കങ്ങൾ, എന്നാൽ മറുവശത്ത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ ആക്രമിച്ച കേസിൽ ഇപ്പോൾ അറസ്റ്റിലായ പ്രതികൾക്ക് ഒരു വിധത്തിലും ജാമ്യം ലഭിക്കില്ല എന്ന വാർത്ത പുറത്തു വരുന്നു. ദീർഘകാലം ഇവർ റിമാൻഡിൽ കഴിയേണ്ടി വരും, ഒരുപക്ഷെ വർഷങ്ങളോളം. ഇത്തരമൊരു സാഹചര്യം പാർട്ടിയെ വല്ലാതെ പ്രതിസന്ധിയിലാഴ്ത്തും. ഈ ഭയമാണ് ഇപ്പോൾ CPMനെ മതിക്കുന്നത്. തൊട്ടപ്പുറത്ത് BJP തന്ത്രപൂർവ്വമാണ് കരുക്കൾ നീക്കുന്നത്. ED റെയ്ഡിനെ അനുകൂലിച്ചുകൊണ്ട് എന്തെങ്കിലും പ്രസ്താവന ഇറക്കിയാൽ ഇത് BJPയുടെ രാഷ്ട്രീയ കളിയെന്ന വ്യാഖ്യാനമുണ്ടാകും. മറുവശത്ത് ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസ് സസൂക്ഷ്മം വിലയിരുത്തുകയും ഈ കേസിനെ മറ്റൊരു തലത്തിൽ എത്തിക്കാനുള്ള ശ്രമങ്ങളുമാണ് അവർ തുടരുന്നത്. വേണ്ടി വന്നാൽ അന്വേഷണം തൃപ്തികരമല്ല എന്ന് പറഞ്ഞ് ഹൈക്കോടതിയെ സമീപിക്കും. CBI ഉൾപ്പെടെയുള്ള ഏജൻസികളുടെ അന്വേഷണമാണ് BJP ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ട ഒരു ക്രമീകരണം സജ്ജമാക്കാൻ മേയർ VV രാജേഷിനെ നിയോഗിച്ചിരിക്കുന്നു. മേയർ തന്റെ പണി തുടങ്ങിക്കഴിഞ്ഞു. എന്തായാലും ED സംഘത്തെ ആക്രമിച്ച പാർട്ടി ഗുണ്ടകൾ രക്ഷപ്പെടില്ല എന്നുറപ്പ്. അതിലേക്കാണ് കാര്യങ്ങളുടെ പോക്കും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.